ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ അടുത്തായിട്ടൊരു 1.5 മാസം മുമ്പ് ഒരു വേറാപ്പിളിൻ്റെ തൈ വാങ്ങി. അപ്പോൾ അതൊരു ചെറിയ തൈയാണ് വാങ്ങിയത്. 1.5 മാസമായിട്ടുള്ളൂ, നോമ്പിന് മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കവറിലതിന് മതി. ആ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത്, പിന്നെ കാര്യമായിട്ട് വളമൊന്നും കൊടുത്തില്ല. കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സിൽ കൂട്ടി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് അത്ര തന്നെ കൊടുത്തിരുന്നു. ഇപ്പോൾ ആ തൈ പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയാണ്. ഇപ്പോൾ പല സ്ഥലത്തും പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇനി കായാവുമെന്നല്ല അറിയില്ല. അവിടെ ഇവിടെയൊക്കെ പൂക്കൾ നല്ല ഉഷാറായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല വളർച്ചയാണ്. ഇപ്പോൾ ഈ തൈ നമ്മൾ 150 രൂപയ്ക്ക് വാങ്ങിയ തൈയാണ്. പക്ഷെ അന്ന് 500 തൈയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നല്ല കായൊക്കെ ഉള്ള തൈ. അപ്പോൾ ഞാനത് വാങ്ങിയില്ല. 500 150 ആയിട്ട് വളരെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ കായൊക്കെ നമുക്ക് ഉണ്ടായിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറിയ തൈ വാങ്ങി. അപ്പോൾ തൈ നമ്മൾ ഇവിടെ വന്നേരപ്പോൾ ഒരു കവറിലേക്കൊക്കെ നല്ലൊരു കവറിലേക്ക് ഒരു 18ൻ്റെ കവറിലേക്കൊക്കെ മാറ്റി കൊടുത്തു. അന്ന് കുറച്ച് മിക്സിലൊക്കെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ അധികം വളമൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ നമുക്ക് നല്ല ഉഷാറായിട്ട് നല്ല വളർച്ചയാണ്. ഉഷാറായിട്ട് വളർന്ന് ഇപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഈ പൂക്കൾ പിടിക്കുകയോ കായ് പിടിക്കുകയോ ഒന്നും അറിയില്ല, എങ്കിലും നല്ല ഉഷാറുള്ള വളർച്ചയാണ്. 150 ഉറുപ്പ്യക്കാണ് മുതലുണ്ട്. അന്ന് ചെറിയ തൈയായിരുന്നു, പക്ഷേ ഇപ്പം നല്ല ഉഷാറായിട്ട് വളർന്നിട്ട് വലിയ തൈയായി നല്ല ഉഷാറായിട്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ 2 തൈകൾ വാങ്ങണമുണ്ട്. വലിയ തൈ വാങ്ങിയിട്ടാണ് 500 രൂപയാണ്. കായുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ മരമുള്ളൂ, ഇതിൻ്റെ വലുപ്പമൊന്നുമില്ല. ഈ വലുപ്പത്തിൽ കായുണ്ട്. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ച്. അപ്പോൾ 500 രൂപേൻ്റെ 3 തൈയാണല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് ഞാൻ ഇതിന് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാൻ വെച്ചു. പിന്നെ കുറച്ച് മുട്ടത്തോടൊക്കെ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു. കാര്യമായിട്ട് വളമൊന്നും ഇട്ട് കൊടുത്തില്ല. ചാണകപ്പൊടി അന്ന് ഞാൻ പോട്ടി മിക്സ് നിറച്ച സമയത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പം കുറച്ച് എല്ലും പൊടി ഇട്ട് കൊടുക്കാൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എല്ലുപൊടിയൊക്കെ വാങ്ങി കുറേശ്ശെ എല്ലുപൊടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ മഴയൊക്കെ പെയ്തല്ലേ, അപ്പോൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. മറ്റേ നല്ല വേനലിലാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയപ്പോൾ. നോമ്പിൻ്റെ മുമ്പ് വാങ്ങി 1.5 മാസം കഷ്ടിയായിട്ടുണ്ടാവും, വളം കൊടുത്തില്ല. അപ്പോൾ ഈ മഴ പെയ്യുന്നതിനെ കൊണ്ടിപ്പോൾ ഒന്ന് കുറച്ച് ചെറിയ എല്ലും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലും പൊടി അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അധികമൊന്നും വേണ്ട, ഒരു 2 പിടി എല്ലും പൊടി ഇട്ട് കൊടുത്താൽ മതി. നല്ല ഉഷാറാണ്, നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്, ഉഷാറാണ്. പൂക്കളൊക്കെ ഇന്ന് കായ് പിടിക്കുമോ അറിയില്ല, കായ് പിടിച്ചാൽ പിടിക്കട്ടെ. അങ്ങനെ വളരെ ഉഷാറായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിയത് ഇവിടെ മുണ്ടേങ്ങര ഫാമിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ നല്ല ഇഷ്ടം പോലെ തൈകളൊക്കെ ഉണ്ട്. മുണ്ടേങ്ങര ഫാമിൽ വളരെ ഉഷാറാണ്, നല്ല തൈകളൊക്കെ ഉണ്ട് അവിടെ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് വാങ്ങിയൊരു കുടംപുളീൻ്റെ തൈയായിരുന്നു. അത് പറഞ്ഞ മാതിരി അത് വാങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിന്മേൽ ഇപ്പോൾ കായൊക്കെ പൂവൊക്കെ ഇട്ട് കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കായ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2 തൈകൾ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ ഇനി നമ്മൾ തൈയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതിന്മേൽ കായൊക്കെ വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിനും കുറച്ച് ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് എല്ലുപൊടി ഈ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എല്ലുംപൊടി ഇട്ട് കൊടുക്കുക. 2 പിടി 2-3 പിടി ഇട്ട് കൊടുത്താൽ മതി, അധികമൊന്നും വേണം. ഈ മഴ പെയ്തതിനെ കൊണ്ടിപ്പോൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു കശുമാവിൻ്റെ തൈയാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് 5-6 മാസമായി. പക്ഷേ നമ്മൾ ചാണകപ്പൊടി കോഴിവളം മാത്രമേ ഇട്ട് കൊടുത്തിരുന്നു, എല്ലുംപൊടി അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തില്ല. ഏതായാലും ഈ കൂടുതൽ ഇതിനൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു.
ഇത് തായ്ലൻഡ് ചാമ്പാണ്. ഇപ്പോൾ നല്ല വളർച്ചയാണ്, നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല വളർച്ചയാണ്. ഇതുവരെ പൂക്കളൊന്നും വന്നിട്ടില്ല, പൂക്കളൊന്നും വരുന്നിട്ടില്ല. കുറച്ച് ഇയാൾക്കും കൊടുക്കുക. കൂടുതലെല്ലാവർക്കും കുറേശ്ശെ അങ്ങനെ അത് കൊടുക്കുക. ഈ മുട്ടത്തോട് നല്ലതാണ്, മുട്ടത്തോട് പൊടിച്ചിങ്ങനെ കൊടുത്ത് കാണാൻ നല്ലതാണ്. നല്ല വളർച്ചയ്ക്കൊക്കെ നല്ല ഇതാണ് മുട്ടത്തോട്. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ജൈവവളങ്ങൾ കൊടുക്കും, കോഴിവളം, ചാണകപ്പൊടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് ഞാൻ കാണിക്കാൻ ഈ പേരാപ്പിളിൻ്റെ ആ വളർച്ചയും 150 രൂപയ്ക്ക് വാങ്ങിയ തയ്യ അപ്പോൾ അന്ന് വളർന്ന് 1.5 മാസം കൊണ്ടാണ് ഇത്രയും വളർന്നും കഴിഞ്ഞ പൂക്കളൊക്കെ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെറസിലുള്ളൊരു കാലാപ്പാടി മാവ്, പിന്നെ വേറൊരു മാവ്, ആ മാവിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. മാവ് ഇപ്പോൾ ഞാൻ ബ്രൂൺ ചെയ്ത് കഴിഞ്ഞൊക്കെ നല്ല പുതിയ തേപ്പുകൾ വന്നാണ്. ആദ്യ പ്രാവശ്യം ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ തേപ്പ് വന്ന് അതെല്ലാം കൂടി ഈ തണ്ട് തർപ്പം കയറി കഴിഞ്ഞെല്ലാം ആകെ നശിപ്പിച്ചാണ്. പിന്നെ ഒക്കെ അലത്തിയിട്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തേപ്പ് വന്നതാണ്. പിന്നെ ഞാൻ മരുന്നടിച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ തേപ്പ് ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ആകെ മുറിച്ചിട്ട് പോവും. അപ്പോൾ ഇതിനെ തേത്ത് വരുമ്പം തന്നെ നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് മരുന്നടിച്ച് കൊടുക്കണം. ഇത് നമ്മളൊരു വെരിഗേറ്റഡ് ഓറഞ്ചാണ്. അപ്പോൾ നല്ല ഇഷ്ടം പോലെ കായുണ്ട്. ഇപ്പോൾ കായൊക്കെ കഴിഞ്ഞതാണ്. ഇത് നമ്മളെ റംബുട്ടാൻ ഈ പ്രാവശ്യം നല്ലോണം പൂത്തുണ്ട്, ഇഷ്ടം പോലെ പൂത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തീരെ ഇല്ലായിരുന്നു, ഒരു 10-15 കായൊക്കെ കിട്ടിയുള്ളൂ. ഈ പ്രാവശ്യം മഴ കിട്ടിയത് കൊണ്ട് നല്ല പൂപ്പാണ്, ഇഷ്ടം പോലെ പൂത്ത്. കായ് പിടിക്കുകയല്ലെന്ന് അറിയില്ല. ഏതായാലും പൂക്കൾ നല്ല ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 മാസം മുമ്പ് നല്ലോണം ഈ പൊട്ടാഷൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാങ്ങിയൊരു തൈ മറ്റേ പന്നീർ ചാമ്പ, അത് ചെറിയൊരു കുരു മുളപ്പിച്ച തൈ വാങ്ങിയതായിരുന്നു. അത് അന്നെന്താ ചെറിയ പൈസ വാങ്ങിയാണ്. അതുപോലെ ഇതൊരു സ്റ്റാർ ഫ്രൂട്ടാണ്, നമ്മളിഷ്ടം പോലെ കായാണ് സ്റ്റാർ ഫ്രൂട്ടിന്. ഇപ്പോൾ ബ്രൗൺ ചെയ്ത് ഇങ്ങനെയൊക്കെ കൊമ്പുകളൊക്കെ ഫുള്ളും ബ്രൗൺ ചെയ്ത് ഒഴിവാക്കിയാണ്. ഇഷ്ടം പോലെ കായുണ്ട്, ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ്. ഇത് കണ്ണമാൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്കത് മാണ്ടാന്ന് തോന്നും. നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ജ്യൂസ് അടിക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ല വേനലിൽ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രമാത്രം ഇവിടെ അവസാനിക്കുകയാണ്.